സ്പേസ് പരീക്ഷണം വിജയകരമാണ്. സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ഇന്ന് പുലർച്ചെയാണ് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർത്തത്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇതൊരു വലിയ വിജയമാണ് ISROയ്ക്കൊപ്പം. കഴിഞ്ഞ ദിവസമാണ് ISROയുടെ പുതിയ ചെയർമാൻ ചുമതല ഏറ്റെടുത്തത്. ഇപ്പോൾ ISRO എത്രയോ വിജയങ്ങൾ നേടിയിരിക്കുന്നു. ഇത് പുതിയൊരു നേട്ടമാണ് അല്ലേ? തീർച്ചയായിട്ടും രാജീവ്, അത് വലിയ നേട്ടം. അതായത് നമ്മളെല്ലാം കാത്തിരുന്നൊരു വാർത്ത തന്നെയായിരുന്നു അത്. ഇന്ന് പുലർച്ചെ ആണ് ഈ ശ്രമം, സ്പേഡെക്സിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള 2 ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ആ ദൗത്യം, സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയത്. ഏതായാലും ചേസറും ടാർഗറ്റും ഒന്നായി. ഇനി ഇതിലെ വിവരങ്ങൾ പരസ്പരം കൈമാറും. അത് ഡൗൺലിങ്ക് ചെയ്ത് നമുക്ക് അതിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ലഭിക്കണം. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇസ്രാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ 3 ശ്രമങ്ങൾ, അതായത് ആദ്യ ശ്രമം അത് പാളി, രണ്ടാമത് ഈ ദൂരം കുറച്ച് 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ വേഗത കൂടി, മൂന്നാമതൊരു ട്രയൽ റൺ നടത്തി. ഇപ്പോൾ അത് വീണ്ടും 4ാമത്തെ ശ്രമത്തിൽ അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ വരും ദിവസങ്ങളിൽ ഈ കൂട്ടിയോജിപ്പിച്ച ഉപഗ്രഹങ്ങൾ വീണ്ടും വേർപെടുത്തി അൺഡോക്കിംഗ് സാങ്കേതികവിദ്യയുടെ ഒരു പരീക്ഷണം കൂടി നടത്തേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഭാരതത്തിന്റെ ഭാവി പദ്ധതികളായിട്ടുള്ള ഭാരതീയ അന്തരീക്ഷ നിലയം, അതോടൊപ്പം തന്നെ ചന്ദ്രയാൻ 4, അതായത് ചന്ദ്രനിൽ നിന്ന് മണ്ണൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ പദ്ധതികൾക്കെല്ലാം ഈ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ അതിനിർണായകമാണ്. 4ാമത്തെ രാജ്യം, ലോകത്തെ 4ാമത്തെ രാജ്യമാണ് ആയാണ് ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്നത്, ഈ സാങ്കേതികവിദ്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ 2025 നമ്മൾ ചുവടുവയ്ക്കുമ്പോൾ ഒരുപാട് ചരിത്ര ദൗത്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ബഹിരാകാശത്ത് അങ്ങനെ ഹരിത ശോഭ വിരിയിച്ച ഇസ്രോയ്ക്ക് മറ്റൊരു സുവർണ നേട്ടം കൂടി കൈവന്നിരിക്കുകയാണ്.